RSP അത് എവിടെയെന്നെല്ലാം ചോദിച്ച കഴിഞ്ഞ ഒരു കാലത്തിലേക്ക് കൃത്യമായ ഉത്തരം, വളരെ ശക്തമായ ഒരു ഉത്തരം നൽകിക്കൊണ്ടാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSP കരുത്ത് തെളിയിക്കുന്നത്. ഒപ്പം ഷിബു ബേബി ജോൺ നിയുക്ത മന്ത്രി നമുക്കൊപ്പമുണ്ട്. എല്ലാ ആശംസകളും തുടക്കത്തിൽ നേരുന്നു. താങ്ക് യു. പ്രത്യേകിച്ച് ഇവിടേക്ക് എത്തുമ്പോഴെല്ലാം കാണുന്നത് വലിയ ആവേശത്തോടെ പുറത്തെല്ലാം ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. പലയിടങ്ങളിലായി കൊല്ലം എല്ലാം കേന്ദ്രീകരിച്ച് ഇവിടേക്ക് എത്തുകയാണ്. അല്ല, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരിന്നിവിടെ എത്തുമ്പോൾ അവരുടെ ആവേശം ഏത് തലത്തിലെത്തി എന്നുള്ളത് ബാക്കി ആർക്കും മനസ്സിലായില്ല. കാരണം 10 വർഷം നിയമസഭാ പ്രാതിനിധ്യമില്ലാതെ ഒരു പാർട്ടിയെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും അവഹേളിച്ച് ഇതിൻ്റെ ചരമഗീതം രചിച്ച് അത് പുറത്തിറക്കി അതെല്ലാം അനുഭവിച്ചിട്ട് ഒരു RSPക്കാരനും ഈ പാർട്ടി വിട്ടു പോയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാനം. അവരുടെ ദിവസമാണെന്ന്, അവരുടെ സന്തോഷത്തിൻ്റെ ദിവസം തന്നെയാണ്. മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വനം വകുപ്പ് അടക്കം തീരുമാനമായെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, വനവും കശുവണ്ടി വ്യവസായവും പിന്നെ നൈപുണ്യ വികസനവും. സാധാരണഗതിയിൽ കഴിഞ്ഞ കാലങ്ങളെടുത്ത് നോക്കുമ്പോൾ നമ്മൾ വനം വകുപ്പ് അത്രയൊന്നും ഒരു ജനങ്ങളായിട്ടൊരു സംവേദനം ആ രീതിയിലേക്ക് പോകുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം ഒരു വലിയ ക്ലാഷും കാര്യങ്ങളും എല്ലാം തന്നെ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നിരന്തരം ഒരുപക്ഷെ ഇടപെടുന്ന ഒരു വകുപ്പ് കൂടിയാണ്. ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരിതാണ്. ഒരു ഭാഗത്ത് പരിസ്ഥിതി സംരക്ഷണവും മറുഭാഗത്ത് ജനങ്ങളുടെ സുരക്ഷയും എല്ലാം തന്നെ ഒരേപോലെ തുലാസിൽ വരുന്നൊരു കാര്യമാണ്. അല്ല, തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന പറയുന്നതിലെ പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ, ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തിനുമുള്ള അവകാശമാണ്. അതാണ് ഏറ്റവും ഒന്നാമതായി നിൽക്കുന്നത്. ബാക്കി എല്ലാ നിയമങ്ങളും അതിൻ്റെ താഴെ വരുത്തുന്നു. ആ നിലയിലേക്ക് വനവും വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. എന്നാൽ അതോടൊപ്പം മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കുന്ന സമീപനമുണ്ടാകും. ഇതാണ് പൊതുവെ ഗവൺമെൻറ്റിൻ്റെ നയം ആകാൻ പോകുന്നത്. രണ്ടാമതായിട്ട് പലപ്പോഴും ഉള്ളപ്പോൾ അവർക്ക് അധികാരികളിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ള വിമർശനവും വിഷമവും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചുമതല എടുത്തു കഴിഞ്ഞാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 24/7 പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻറ്റർ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഏത് പ്രശ്നമുണ്ടെങ്കിലും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന നിലയിലേക്ക്, മന്ത്രിയുടെ ഓഫീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന നിലയിലേക്കും അവിടെ അടിയന്തരമായി ഇടപെടൽ ഉറപ്പുവരുത്തുന്ന നിലയിലേക്ക് ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കും. ഒപ്പമുണ്ട് എന്ന സന്ദേശം തന്നെയാണ്. തീർച്ചയായിട്ടും ഒപ്പമുണ്ട്. മനസ്സിലാക്കുന്നതനുസരിച്ച് കശുവണ്ടി വികസനം അടക്കമുള്ള കാര്യങ്ങൾ കൂടി കശുവണ്ടി വ്യവസായം സമാനതകളില്ലാത്ത പ്രതിസന്ധി കൂടെ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ അവഗണന കൊണ്ട് ഒരു വ്യവസായം എന്നുള്ള നിലയിൽ അതിപ്പം കൊല്ലത്ത് ഏകദേശം അവസാനിച്ച നിലയിലേക്ക്. ഇപ്പോൾ കൂടുതൽ സങ്കീർണമായ വിഷയങ്ങൾ വന്നിട്ടുള്ളത് സ്വാഭാവികമായും അത് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി പോലും നിരോധിച്ചു വരികയാണ്. പിന്നെ ഒരു പ്രതിസന്ധിയിൽ കൂടെ പോവുകയാണ്. അതിനെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാനൊക്കുമെന്ന് ആത്മാർത്ഥമായി, പ്രത്യേകിച്ച് MP-യുടെ സേവനവും കൂടെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിലടക്കം നമ്മൾ സമ്മർദ്ദം ചെലുത്തി ഈ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഒരു റിവൈവൽ പ്ലാൻ തയ്യാറാക്കണമെന്നാണ് ഇന്ന് രാവിലെ കൊണ്ട് മനസ്സിൽ വന്ന ഒരു കാര്യം. നമുക്കൊപ്പം പ്രേമചന്ദ്രൻ MP കൂടി ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു അതിജീവനത്തിൻ്റെ ഒരു 10 വർഷങ്ങളെന്നെല്ലാം പറഞ്ഞാൽ അത് അധികമാകുമോ? സാഹസികമായ അതിജീവനമെന്ന് വേണം കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിശേഷിപ്പിക്കാൻ. കാരണം ദീർഘകാലമായി കേരള നിയമസഭയുടെ രൂപീകരണ കാലഘട്ടം മുതൽ ഒരു പ്രാവശ്യം ഒഴികെ മുഴുവൻ പ്രാവശ്യവും RSPയുടെ പ്രാതിനിധ്യം നിയമസഭയിലുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 നിയമസഭകളിൽ കേവലമായ പ്രാതിനിധ്യം പോലും ഇല്ലാതെ പാർട്ടി പുറത്തു നിൽക്കേണ്ടി വന്നു. അതിൽ അന്നത്തെ ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഞങ്ങളോട് ചെയ്ത കൊടും ക്രൂരത പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഗവൺമെൻറ് ഉത്തരവിറക്കി കാർഷിക ഉപദേശക സമിതികളിൽ, കൃഷിഭവൻ്റെ ഉപദേശക സമിതികളിൽ, ആശുപത്രിയുടെ ഉപദേശക സമിതികളിൽ, ഒരൊറ്റ സമിതികളിലും നിയമസഭാ പ്രാതിനിധ്യമില്ലാത്ത പാർട്ടിയെ പോലും അവരുടെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കരുത് എന്ന് പറഞ്ഞു. ലോക്സഭാ അംഗമുണ്ടായിട്ട് പോലും 7 നിയോജക മണ്ഡലങ്ങൾ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ അംഗമുണ്ടായിട്ട് പോലും കേവലമായ ഒരു പങ്കാളിത്തം പോലും ഒരു വേദികളിലും, സർക്കാർ വേദികളിലും ലഭിക്കാതെ പോയൊരു പാർട്ടിയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 5-ൽ മത്സരിച്ചതിൽ 4 സീറ്റുകളിലും UDF RSP തിളക്കമാർന്ന വിജയം കൈവരിച്ചു. ആ വിജയം RSPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിരന്തരമായി പറയുന്നത് പോലെ
പഴയകാല പ്രതാപത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ തുടക്കമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ മുന്നേറ്റമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഈ വിജയം പാർട്ടി സംഘടനയും ബഹുജന പ്രസ്ഥാനങ്ങളും കെട്ടിപ്പടുക്കുന്നതിലും അതുപോലെ തന്നെ ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയ സാന്നിധ്യമായി പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിനും ആത്മാർത്ഥമായ പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. സുവർണകാലത്തിലേക്ക് പാർട്ടി തിരിച്ചെത്തുന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും സന്തോഷത്തിലാണ്. ഏതായാലും വലിയ ആവേശത്തിലാണ് RSP ക്യാമ്പ് എന്ന് പറയുന്നത്. കാരണം വലിയ രീതിയിൽ തന്നെ അതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നത് തെരഞ്ഞെടുപ്പിൽ. ഒപ്പം തന്നെ ഈ നിയുക്ത മന്ത്രി അദ്ദേഹം വനമേഖലയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഒപ്പമുണ്ട് എന്ന സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. ഏതായാലും വലിയ ആവേശത്തിലൂടെ തന്നെയാണ് ഈ ക്യാമ്പും ഒപ്പം തന്നെ ഇവിടെ എത്തിയ പ്രവർത്തകരുമെല്ലാം തന്നെ കടന്നു പോകുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.